കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. 1:30 അവർ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ കുറെ കൽപ്പന്മാർ വരും വസ്ത്രധാരണ കൊണ്ടാണ് ഇമാതിരി തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറെ കൽപ്പന്മാർ ഇറങ്ങാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചിട്ട്. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി ചെറ്റത്തര അയാൾ ചെയ്തത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ നിരന്തരം കാണുന്ന അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കാണുന്ന കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നതെന്ന് കാണാം. ഈ വീഡിയോ ചെയ്തിരിക്കുന്ന യാസ്മിൻ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണ്. അവർ ഒരു പർദ്ദ വസ്ത്രധാരിയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, അവർ ഒരു പർദ്ദ വസ്ത്രധാരിയാണ്. മുഴുവനായിട്ട് മൂടി നടക്കുന്ന, ഒരിക്കലും പർദ്ദ പലതരത്തിലുണ്ട്. ശരീരത്തെ പരിപൂർണമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന പർദ്ദകൾ പോലും ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് പർദ്ദ അവിടെ എടുക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരിക്കലും എക്സ്പോസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ലൂസി ആയിട്ടുള്ള ഒരു പർദ്ദ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ, ഒരു പെൺകുട്ടിയാണ് ഇവർ. ഇവരവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരുവൻ, ഒരു നാറി എന്നൊക്കെ പറയണം, ആണുങ്ങളെ പറയിപ്പിക്കാനുള്ള ഒരുവൻ അവന്റെ സാമാനവും പുറത്തിട്ടിട്ട് അത് ഞെരടിക്കൊണ്ട് കുത്തിരിക്കുന്നത്. ഇത് പെൺകുട്ടി കാണുന്നു. പെൺകുട്ടിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നു. ഒരു സംശയമില്ല, അവർക്ക് ഷോക്കാവും. 100% അവർക്ക് ഷോക്കാവും. അവർക്ക് ഷോക്കാവുന്നു. ആ ഇൻസിഡന്റ് ശേഷമാണ് അവരത് വീഡിയോ ഇടുന്നത്. ഇവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നത് എന്തിനെന്ന് അറിയാവോ? ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നത്, പല ആൾക്കാരും പറയും നിന്റെ വസ്ത്രധാരണം ശരിയല്ലാത്തതുകൊണ്ടാണ് അവൻ അവിടെ ഇങ്ങനെ കാണിച്ചതെന്ന്. ഞാനൊക്കെ പലപ്പോഴും എൻ്റെ സൗഹൃദങ്ങളോട് ഏറ്റവും കൂടുതൽ വഴക്കിട്ടുള്ളത് ഈ ഒരു സംഗതിയുടെ പേരിലാണ്. പലരും പറയും വസ്ത്രധാരണം കൊണ്ടാണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്. ഞാനൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്, 3 വയസ്സായ കുട്ടി വരെ നമ്മുടെ നാട്ടിൽ, പെൺകുഞ്ഞടക്കം നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്ത് വസ്ത്രത്തിന്റെ പ്രശ്നത്തിലാണ്? എന്ത് വസ്ത്രത്തിന്റെ പ്രശ്നത്തിലാണ്? 90 വയസ്സായിട്ടുള്ള സ്ത്രീകളടക്കം നമ്മുടെ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്ത് വസ്ത്രത്തിന്റെ പ്രശ്നത്തിലാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത്? അപ്പൊ ഇവിടെ വസ്ത്രമല്ല പ്രശ്നം, മനോഭാവമാണ്. ഇതൊരു മാനസിക രോഗമാണ്, പെട കിട്ടേണ്ടതാണ്. ഇത് കൃത്യമായിട്ടും അവബോധവും ബോധവും ഒപ്പം തന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ 4 പെടയും കിട്ടേണ്ട കേസുകളാണത്. ഇവിടെ നോക്കൂ, ഈ പെൺകുട്ടി എന്താണ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്? ശരീരത്തിന്റെ ഏത് ഭാഗമാണ് അവർ കാണിച്ചിട്ടുള്ളത്? ഒന്നും കാണിച്ചിട്ടില്ല. നോക്കൂ, നിങ്ങൾ എന്നെ കാണും. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എന്റെ വസ്ത്രം. 1:30 അവർ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ കുറെ കൽപ്പന്മാർ വരും വസ്ത്രധാരണമാണ് ഇമാതിരി ചരിത്രം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ സപ്പോർട്ട്. മനസ്സിലായില്ലേ? പല ആണുങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരും. ഒരു സംശയമില്ല. ആ പെൺകുട്ടി നോക്കി നോക്കൂ, എവിടെയാണ് എക്സ്പോസർ ആയിട്ടുള്ളത്? ഒരു തരത്തിൽ പോലും അവർ എക്സ്പോസ് ഉള്ള രാത്രിയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ഞരമ്പൻ ഇമാതിരി പരിപാടികളൊക്കെ എടുക്കുന്നത്. സുഹൃത്തുക്കളെ, വസ്ത്രമൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രശ്നം. ഇത് പ്രശ്നം നമ്മുടെ വസ്ത്രമൊന്നുമല്ല, 100% വസ്ത്രമല്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു ദിവസം, ഒരൊറ്റ ദിവസം മാത്രം ആക്രമിക്കപ്പെടുന്ന, ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം 90-ൽ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിൽ 90-ൽ കൂടുതലാണ്. അതെന്തൊരു ഭീകര സംഖ്യ എന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം വസ്ത്രത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നതാണോ? ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നെങ്കിൽ അത്ര നിങ്ങളെ ചിന്താഗതികളൊക്കെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. 2025 കേരള റിപ്പോർട്ട് പ്രകാരം ഏകദേശം 18,000 ക്രൈംസുകൾ എഗെയിൻസ്റ്റ് വുമൺ, ഇൻക്ലൂഡിങ് നിയർലി 950 ഈവ് കേസസ്. ഈ വെർബൽ ആയിട്ടുള്ള ഈ കളിപ്പിക്കൽ അല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള സെക്ഷ്വൽ വർത്തമാനങ്ങളൊക്കെ പറച്ചിലടക്കം കേസുകൾ അത്രയധികം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നർത്ഥം. തൊട്ടപ്പുറത്തുള്ള നമ്മളെ പോലെ തന്നെയുള്ള ഒരാളെ പരിഗണിക്കാൻ കഴിയാത്ത ജനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു എന്നർത്ഥം. വുമൻ ക്യാൻ സീക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരം പോകുന്ന കുറ്റിപ്പുറം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. അപ്പൊ എന്റെ കുഞ്ഞു സുഹൃത്തുക്കളെ, വസ്ത്രമല്ല പ്രശ്നം. വസ്ത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ഇവര് എന്ത് മോശം വസ്ത്രം ധരിച്ചിട്ടുള്ളത്? എല്ലാരും പറയുന്ന പർദ്ദ എല്ലാതും മറയ്ക്കപ്പെടുന്ന, ഒരു തരത്തിലും ഒരാൾ ഉപദ്രവിക്കാത്ത, നമ്മളെ സംരക്ഷിക്കുന്ന വസ്ത്രമാണ് പർദ്ദ എന്നൊക്കെ പറയും. പർദ്ദയൊന്നുമല്ല സുഹൃത്തുക്കളെ വിഷയം. ഇത് സോക്കോൾഡ് ബ്ലഡി പുരുഷന്മാരെ ചില മനോഭാവങ്ങളാണ്.
സ്ത്രീകളെ വെറും ലൈംഗിക അടിമകൾ മാത്രമായിട്ട് കാണുന്ന ചില തോന്നലിന്റെ ഭാഗമായിട്ടാണ്. അത്തരം ചില പ്രത്യയ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിന്റെയും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറെക്കാലമായി നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന സ്ത്രീ വെറും ഒരു ഉപഭോഗ വസ്തുവാണെന്നുള്ള ഒരു ചിന്താഗതി പകർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ടി വിയിലും നമ്മുടെ സോഷ്യൽ മീഡിയസിലും മുഴുവൻ സ്ത്രീകൾ ഇങ്ങനെ ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്ന് പരസ്യത്തിലൂടെയും മറ്റും കാണുകയും അത് തലച്ചോറിൽ കൊണ്ടു നടക്കുന്നവരുടെയും പ്രശ്നം. വസ്ത്രമല്ല പ്രശ്നം. ബൈ.